വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി കണക്ഷൻ നൽകാൻ കളക്ടറുടെ ഉത്തരവ്. മെഴുകുതിരി വെളിച്ചത്തിൽ സഹോദരിമാർ പഠിക്കുന്ന ദുരവസ്ഥ ജനം ടിവിയിൽ വാർത്തയായതിനു പിന്നാലെയാണ് നടപടി. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് തടസ്സം നിന്നതോടെയാണ് 2 മാസമായി 4-അംഗ കുടുംബം ഇരുട്ടിൽ കഴിയേണ്ടി വന്നത്. ജനം ബിഗ് ഇമ്പാക്ട്. ഈ വാർത്ത തയ്യാറാക്കിയ ഇടുക്കി റിപ്പോർട്ടർ സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, വളരെ സന്തോഷം, അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുന്നു. കാരണം ഒരു കുടുംബം, കുട്ടികളിറങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ ദുരവസ്ഥ പ്രേക്ഷകരിലെത്തിക്കുക, അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിന് പരിഹാരമുണ്ടാക്കുക, അത് ചെറിയ കാര്യമല്ല. കളക്ടർ ഇത് കണ്ടിട്ടുണ്ടാകും, കളക്ടറെ ഇത് അറിയിക്കണം. അങ്ങനെ ഒരു പ്രക്രിയ തന്നെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതായത് സ്വന്തം കുടുംബത്തെ പോലെ കണ്ട് അവരെ ചേർത്തു പിടിക്കുക അത്ര ചെറിയ കാര്യമല്ല ഈ കാലത്ത്. സുബിൻ, പറയൂ. തന്നെയാണ് രാവിലെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചത്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ വണ്ടിപ്പെരിയാറിലെ ഹാഷിന്റെയും അതുപോലെ തന്നെ ഹർഷയുടെയും വീട്ടിൽ വൈദ്യുതി എത്തിക്കാനുള്ള ഉത്തരവ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ റവന്യൂ മന്ത്രി ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഈ വാർത്ത നൽകിയതിന് പിന്നാലെ തന്നെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലുണ്ടായിരുന്നു. കൃത്യമായി ഈ വീട്ടിൽ വൈദ്യുതി എത്തിക്കാൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ, അതായത് ഇന്നോ നാളെയോ ആ വീട്ടിൽ വൈദ്യുതി എത്തിക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. പ്രധാനമായും ഈ സ്ഥലം ഇരിക്കുന്നത്, അതായത് ഹാഷിനിയുടെയും ഹർഷയുടെയും വീടിരിക്കുന്നത് പോപ്സ് എസ്റ്റേറ്റിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പോപ്സ് എസ്റ്റേറ്റ് കമ്പനിയും അതുപോലെ തന്നെ ഇവർ ഈ ഹാഷിനിയുടെയും ഹർഷയുടെയും വെല്ലിച്ചനായ വിജയനും തമ്മിലൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ എസ്റ്റേറ്റിന്റെ സ്ഥലത്ത് കൂടി ഈ പോസ്റ്റ് ഇടാൻ, അതായത് ഇവരുടെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ പോസ്റ്റ് ഇടാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് ഈ പോപ്സ് മാനേജ്മെന്റ് എടുത്തത്. എന്നാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നത്. പ്രധാനമായും വൈദ്യുതി എന്ന് പറയുന്നത് ഒരു അവശ്യ സർവീസാണ്. അത് ആർക്കും അതിൽ ഒരാൾക്ക് വൈദ്യുതി കൊടുക്കുന്നതിൽ അത് എതിർപ്പ് ഉന്നയിക്കാൻ ഒരു അവകാശവുമില്ല. അത് അവശ്യ സർവീസിൽപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അവർക്ക് വൈദ്യുതി എത്തിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത്. കൂടാതെ ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നിന്ന് ഈ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റുമായി കൃത്യമായി ബന്ധപ്പെടുകയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും താക്കീതുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ നിന്നപ്പോൾ വളരെ ദുഃഖകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞുങ്ങൾ 2 കുഞ്ഞുങ്ങളാണ്, അതായത് 6 വയസ്സും 10 വയസ്സുമുള്ള 2 കുട്ടികളാണ്. ഈ കുട്ടികൾ കട്ടിലിരുന്ന് കട്ടിലിന്റെ 2 സൈഡിലും മെഴുകുതിരി കത്തിച്ചു വെച്ചാണ് അവർ പഠിച്ചിരുന്നത്. അവർ നമ്മളോട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, ഈ മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിക്കുമ്പോൾ കണ്ണിന് വലിയ എരിച്ചിലുണ്ടാകുന്നത്, കൃത്യമായി പഠിക്കാൻ സാധിക്കുന്നില്ല, കണ്ണിന് വേദന എടുക്കുന്നുണ്ട്. അച്ഛനോട് പരാതി പറയുമ്പോൾ ഇന്ന് വരും നാളെ വരും എന്ന് പറയുന്നതല്ലാതെ കരണ്ട് മാത്രം എത്തുന്നില്ല എന്നുള്ളതായിരുന്നു ആ കുട്ടികളുടെ ഏറ്റവും വലിയ പരാതി. നിലവിലിപ്പോൾ നമ്മുടെ വാർത്തയെ തുടർന്ന് ആ വീട്ടിൽ വൈദ്യുതി എത്തുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാവുകയാണ്. ശരി, വണ്ടിപ്പെരിയാറിലെ സഹോദരിമാർ ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി കണക്ഷൻ വരുന്നു. കളക്ടർ ഉത്തരവിട്ടു. ജനം ടിവിയുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി വരുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം. ഇരുട്ടിൽ കഴിയേണ്ടി വരുന്ന ഒരു കുടുംബത്തിന് വെളിച്ചം പ്രദാനം ചെയ്തത്, അതിന് കാരണമായത് സുബിൻ തോമസിൻ്റെ റിപ്പോർട്ടാണ്. സന്തോഷം.